Hello dear students, the next topic is link mining, and we also discuss about what are the tasks and challenges in the link mining. Link means it's a relationship between two objects. രണ്ട് ഒബ്ജക്ട്സിനിടയ്ക്കുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ലിങ്ക് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് ഫാമിലി മെമ്പേഴ്സിനെ എടുക്കുവാണെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരാൾ ഫാദറും ഒരാൾ സണ്ണും ആണെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫാദർ അല്ലെങ്കിൽ സണ്ണാണ്. ആ ഒരു റിലേഷൻ. അല്ലെങ്കിൽ രണ്ട് വെബ് പേജസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെബ് പേജസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു വെബ് പേജിൽ നിന്ന് ഒരു ലിങ്ക് വഴി നമ്മൾ വേറൊരു വെബ് പേജിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. സോ ആ രണ്ട് വെബ് പേജസിന് നമുക്ക് ഒബ്ജക്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിനിടയ്ക്ക് ഒരു ഹൈപ്പർ ലിങ്ക് ആയിരിക്കും അതിനിടയ്ക്കുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിങ്ക് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ലിങ്ക് മൈനിങ് മീൻസ് വി ആർ മൈനിങ് ദ ലിങ്ക് ഓർ വി ആർ അനലൈസിങ് ദ ലിങ്ക്. ആ ലിങ്ക് അനലൈസ് ചെയ്യുന്ന വഴി നമുക്ക് രണ്ട് ഒബ്ജക്ട്സിനിടയ്ക്കുള്ള റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് വി ക്യാൻ അവൈലബിൾ വിത്ത് മോർ ഇൻഫോർമേഷൻസ്. ആ മോർ ഇൻഫോർമേഷൻ കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ക്ലാസിഫിക്കേഷൻ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. സോ ലിങ്ക് മൈനിങ് മീൻസ് we are mining or analyzing the link. Link means relationship between the objects. So by considering the links we can identify the relationship between the objects and we can available with more informations which will be very useful for the mining process. So next we are going to discuss what are the tasks involved in the link mining process. So first one is link based object classification, which means നമ്മൾ നോർമലി ഇതുവരെ പഠിച്ചതിനകത്ത് വി ആർ ക്ലാസിഫൈൻ ഒബ്ജക്റ്റ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ് അല്ലേ. ഒരു ട്രെയിനിങ് സെറ്റ് കാണും, ന്യൂ ടെക്സ്റ്റ് ഡേറ്റ കൊടുക്കുമ്പോൾ അത് ഏത് ക്ലാസ്സാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. So in the case of link mining, we are classifying the object by not only considering the attributes of the objects, we are also considering the link of that objects to the other objects. Then the attributes of the links and the attributes of the objects which are linked to the current object which we are used for classifying. അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള വേറെ കുറേ ഒബ്ജക്ട്സ് കാണും. സോ നമ്മളെടുക്കുന്ന ഒബ്ജക്റ്റ് എ ആണെങ്കിൽ ആ ഒബ്ജക്റ്റിന് ഏതൊക്കെ ഒബ്ജക്റ്റുമായിട്ട് ലിങ്ക് ഉണ്ടോ ആ ഓൺഗോയിങ് ലിങ്കിൻ്റെ ആട്രിബ്യൂട്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യും. അതുപോലെ ലിങ്ക് വഴി നമ്മൾ വേറെ ഏതൊക്കെ ഒബ്ജക്ട്സുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ടോ ആ കറസ്പോണ്ടിങ് ഒബ്ജക്ട്സിന് അതിൻ്റെ ആട്രിബ്യൂട്ട്സും കൺസിഡർ ചെയ്യും. So link based classification predicts the category of an object based not only on its the attributes of the object we are going to classify but also on its links and also attributes of the linked objects. നമ്മൾ കൺസിഡർ ചെയ്യും, നമുക്ക് ക്ലാസിഫൈ ചെയ്യേണ്ട ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് കൺസിഡർ ചെയ്യും. ആ ഒബ്ജക്റ്റിന് വേറെ ഏതൊക്കെ ഒബ്ജക്റ്റുമായിട്ട് ലിങ്ക് ഉണ്ടോ ആ ലിങ്ക്ഡ് ഒബ്ജക്ട്സിൻ്റെ ആട്രിബ്യൂട്ട്സ് കൺസിഡർ ചെയ്യും, ലിങ്കിൻ്റെ ആട്രിബ്യൂട്ട്സ് കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ വെബ് പേജിനകത്ത് കുറേ ഹൈപ്പർ ലിങ്ക്സ് കാണും. ത്രൂ ദ ഹൈപ്പർ ലിങ്ക്സ് വി ആർ നാവിഗേറ്റിംഗ് ടു അതർ വെബ് പേജസ്. അപ്പോൾ ഈ വെബ് പേജ് നമുക്ക് ഏത് ടൈപ്പ് ഒന്ന് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ആ വെബ് പേജിൻ്റെ ആട്രിബ്യൂട്ട്സ് നോക്കും. ദാറ്റ് മീൻസ് അതിനകത്ത് വരുന്ന വേർഡ്സ് നോക്കും, ദെൻ അതിനകത്ത് വരുന്ന ഹൈപ്പർ ലിങ്ക്സ് നോക്കും. ആ ഹൈപ്പർ ലിങ്ക് വഴി വേറെ ഏത് വെബ് പേജസിലോട്ടാണ് പോകുന്നത് അതിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും നമ്മൾ ചെക്ക് ചെയ്യും. നെക്സ്റ്റ് ടാസ്ക് ഈസ് ഒബ്ജക്റ്റ് ടൈപ്പ് പ്രഡിക്ഷൻ. ഒരു ലിങ്ക് മൈനിങ് വഴി വി ക്യാൻ ഓൾസോ പ്രെഡിക്റ്റ് ദി ടൈപ്പ് ഓഫ് എൻ ഒബ്ജക്റ്റ് ബേസ്ഡ് ഓൺ ദ ആട്രിബ്യൂട്ട്സ് ആൻഡ് ഓൾസോ ദി ലിങ്ക് ആട്രിബ്യൂട്ട്സ് ആൻഡ് ഓൾസോ ഓൺ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ഒബ്ജക്ട്സ് ലിങ്ക് ടു ഇറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാസ്കിൽ പറഞ്ഞത് ഒരു ഒബ്ജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സും ലിങ്ക്ഡ് ഒബ്ജക്ട്സിൻ്റെ ആട്രിബ്യൂട്ട്സും യൂസ് ചെയ്ത് ഒബ്ജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ഇനി ഒബ്ജക്റ്റിൻ്റെ ടൈപ്പിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, അതാണ് സെക്കൻഡ് ടാസ്ക്. ദെൻ തേർഡ് ടാസ്ക് മീൻസ് ലിങ്ക് ടൈപ്പ് പ്രഡിക്ഷൻ. ആദ്യം ഒബ്ജക്റ്റിനെ ക്ലാസിഫൈ ചെയ്തു, ഒബ്ജക്റ്റിൻ്റെ ടൈപ്പിനെ പ്രെഡിക്റ്റ് ചെയ്തു. മൂന്നാമത്തെ ടാസ്കിന് ലിങ്ക് മൈനിങ് മീൻസ് ലിങ്കിൻ്റെ ടൈപ്പിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ വെബ് പേജൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ വെബ് പേജസിൽ കുറേ ഹൈപ്പർ ലിങ്ക്സ് ഉണ്ടെങ്കിൽ വെദർ ദ ഹൈപ്പർ ലിങ്ക് മേ ബി എ അഡ്വർടൈസ്മെൻറ്റ് or a link which is related to some നാവിഗേഷണൽ ലിങ്ക്. ദാറ്റ് മീൻസ് നമ്മൾ ഇപ്പോൾ വെബ് പേജ് കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ഒത്തിരി ലിങ്ക്സ് കാണില്ലേ. അപ്പോൾ ആ ലിങ്ക് എന്തെങ്കിലും അഡ്വർടൈസിങ്, ദാറ്റ് മീൻസ് ആ ലിങ്ക് നമ്മൾ ചെക്ക് ചെയ്താൽ ചില ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ആഡ് ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്, ചില ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പേജിലോട്ടായിരിക്കും നാവിഗേറ്റ് ചെയ്യുന്നത് പോകുന്നത്. സോ ഒരു ലിങ്ക് നാവിഗേഷണൽ ലിങ്ക് ആണോ അഡ്വർടൈസിങ് ലിങ്ക് ആണോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇൻ ലിങ്ക് ടൈപ്പ് പ്രഡിക്ഷൻ ഇറ്റ് പ്രെഡിക്ട്സ് ദ ടൈപ്പ് ഓർ ദ പർപ്പസ് ഓഫ് എ ലിങ്ക് ബേസ്ഡ് ഓൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഒബ്ജക്ട്സ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്.
ദെൻ നെക്സ്റ്റ് ടാക്സ് വി ക്യാൻ പ്രെഡിക്റ്റ് വെദർ എനി ലിങ്ക് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ്. രണ്ട് ഒബ്ജക്ട്സിനിടയ്ക്ക് അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്ട്സ് വെബ് പേജസിനിടയ്ക്ക് ലിങ്ക് എക്സിസ്റ്റിംഗ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. That means predict whether a link exists between two objects. Example means we can predict whether there will be link between two web pages. Then the fifth task is link cardinality estimation. Link cardinality means നമ്മളിപ്പോൾ ഒരു വെബ് പേജ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ എന്ന് പറഞ്ഞ വെബ് പേജ് ഓക്കെ എന്ന് പറഞ്ഞൊരു വെബ് പേജ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ കറസ്പോണ്ടിങ് വെബ് പേജിനകത്തോട്ട് എന്താ കുറേ ലിങ്ക്സ് വരും. ഇൻ ലിങ്ക് എന്ന് പറയും അതിനെ. ദാറ്റ് മീൻസ് BCDE അത് 4 വെബ് പേജസിനുള്ള ലിങ്ക് എയിലോട്ട് വരും. സോ ആ ഇൻ ലിങ്ക് നോക്കിയിട്ട് ദാറ്റ് മീൻസ് വി കൺസിഡർ ചെയ്യുന്നത് നമ്മൾ എന്ന് പറഞ്ഞ വെബ് പേജസ് ആണ്. ആ വെബ് പേജിലോട്ട് വരുന്ന ഇൻ ലിങ്ക്സ് നോക്കിയിട്ട് കറസ്പോണ്ടിങ് എന്ന് പറയുന്ന വെബ് പേജ് എത്രമാത്രം ഓതറൈസ്ഡ് ആണ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ എന്ന് പറഞ്ഞ വെബ് പേജിൽ നിന്ന് നമ്മൾ നാവിഗേറ്റ് ചെയ്ത് വരുമ്പോൾ BCD കുറേ വെബ് പേജസിലോട്ട് പോകും. അതിന് നമ്മൾ ഔട്ട് ലിങ്ക്സ് എന്ന് പറയും. ഔട്ട് ലിങ്ക്സും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഇതാണ് 2 കാർഡിനാലിറ്റി എസ്റ്റിമേഷൻസ്. അതായത് ഒരു വെബ് പേജിൽ നിന്ന് നമ്മൾ എവിടോട്ടൊക്കെ വെബ് പേജസിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വെബ് പേജ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ വേറെ ഏതൊക്കെ വെബ് പേജിൽ ലിങ്ക് വഴി നമ്മുടെ കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞ വെബ് പേജിലോട്ട് വരുന്നു, അതിന് നമ്മൾ ഇൻ ലിങ്ക് എന്നും ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ ഔട്ട് കേസ് എന്നും പറയും. So here 2 forms of link cardinality estimation. First we have to predict the number of links to an object. എന്ന് പറഞ്ഞൊരു വെബ് പേജ് ആണെങ്കിൽ വേറെ ഏതൊക്കെ പേജിലെ ലിങ്ക് വഴി നമുക്ക് എയിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ ഇൻസ്റ്റൻസ് ഇൻ പ്രെഡിക്റ്റിംഗ് ദ അതോറിറ്റേറ്റീവ്നെസ് ഓഫ് എ വെബ് പേജ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ലിങ്ക്സ് ടു ഇറ്റ്. ദാറ്റ് ഇൻ ലിങ്ക്സ് ഒരു വെബ് പേജിനകത്തോട്ട് ഒത്തിരിയും പേജിൽ നിന്ന് നാവിഗേറ്റ് ചെയ്ത് നമ്മൾ കറസ്പോണ്ടിങ് ഒരു കറണ്ട് വെബ് പേജിലോട്ട് വരുവാണെങ്കിൽ അത് എത്രമാത്രം ഓതറൈസ്ഡ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. Similarly, the number of outlinks can also used to identify the web pages that act as sub. ചില വെബ് പേജസ് എന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒത്തിരി ലിങ്ക്സ് കാണും. ആ വെബ് പേജിൽ നിന്നായിരിക്കും നമ്മൾ എന്താ വേറെ ഓരോ വെബ് പേജസിലോട്ട് പാസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ആ വെബ് പേജ് കറണ്ട് വെബ് പേജസ് എന്തായിട്ട് ആക്റ്റീവ് ഹബ്ബായിട്ട് ആക്റ്റീവ്. ഇപ്പോൾ ഔട്ട്ലിങ്ക് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ വെബ് പേജസ് ദറ്റ് ക്യാൻ ആക്ട് ആസ് ഹബ്സ്. വേറെ ഹബ് ഈസ് വൺ ഓർ മോർ സെറ്റ് ഓഫ് വെബ് പേജസ് ദറ്റ് പോയിൻറ്റ് ടു മെനി അതോറിറ്റേറ്റീവ് പേജസ് ഓഫ് ദ സെയിം ടോപ്പിക്. സോ ഡിഫറൻസ് മനസ്സിലാക്കണം. ഒരു വെബ് പേജിൽ നിന്ന് നമുക്ക് വേറെ കുറേ വെബ് പേജസിലോട്ട് പാസ് ചെയ്ത് പോകാം. അതിനെ ഔട്ട്ലിങ്ക് എന്ന് പറയും. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് വെബ് പേജിനെ ഹബ് പേജ് എന്ന് പറയും. ഇനി ചില കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെബ് പേജിലോട്ട് വേറെ കുറേ വെബ് പേജസിൽ നിന്ന് ഒരു സെയിം വെബ് പേജിലോട്ട് ലിങ്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എത്രമാത്രം ഓതറൈസ്ഡ് ആണെന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതും ഇതിനകത്തുള്ള ടാസ്ക്കാണ്. ദെൻ നെക്സ്റ്റ് ടാസ്ക് ഈസ് ഒബ്ജക്റ്റ് റീകോൺസിലേഷൻ. ഒബ്ജക്റ്റ് റീകോൺസിലേഷൻ മീൻസ് we can predict whether the two objects are same based on the attributes and the links. നമുക്ക് കുറേ വെബ് പേജസ് ഇൻപുട്ടായിട്ട് തന്നു കഴിഞ്ഞാൽ ആ വെബ് പേജസിനിടയ്ക്കുള്ള ലിങ്ക്സ്, ആ ലിങ്ക്സിൻ്റെ ആട്രിബ്യൂട്ട്സ്, ഈ കറസ്പോണ്ടിങ് വെബ് പേജസിൻ്റെ ഗ്രൂപ്പ് ഓഫ് വെബ് പേജസിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സ് ചെക്ക് ചെയ്തിട്ട് അത് സെയിം വെബ് പേജ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ വി ക്യാൻ പ്രെഡിക്റ്റ് വെദർ 2 വെബ്സൈറ്റ്സ് ആർ മിറേഴ്സ് ഓഫ് ഈച്ച്. നമുക്ക് 2 വെബ്സൈറ്റ് എഴുതുവാണെങ്കിൽ ആ വെബ്സൈറ്റിനകത്തുള്ള വെബ്സൈറ്റ് തമ്മിലുള്ള കണക്ഷൻസ്, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിന് വേറെ ഏതൊക്കെ വെബ്സൈറ്റുമായിട്ട് കണക്ഷൻ ഉണ്ട്, ആ പ്രോപ്പർട്ടീസ് എല്ലാം ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്താ ഓബ്ജക്റ്റ് തമ്മിൽ എന്താ സിമിലർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒബ്ജക്ട്സ് മീൻസ് വെബ് പേജസ് ആണ് അതിൽ എക്സാമ്പിളായിട്ട് പറയുന്നത്. Next is group discussion. Group discussion means we are given with a group of web pages and we can identify whether they belong to same group. കുറേ വെബ് പേജസ് എന്നാൽ ബിസിനസ് വെബ് പേജസ് ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വെബ് പേജസ് ആണോ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള വെബ് പേജസ് ആണോ എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ വെബ് പേജസിനകത്തുള്ള ലിങ്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ലിങ്കിൻ്റെ ആട്രിബ്യൂട്ട്സ് വഴിയായിരിക്കും നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കേസിലെല്ലാം ലിങ്ക് മൈനിങ് ഡിഫറെൻറ്റ് ടാസ്ക്കാണ് ഈ പറഞ്ഞു വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫസ്റ്റ് എന്ന് പറയുന്നത് വി ക്യാൻ ക്ലാസിഫൈ ദ ഒബ്ജക്റ്റ്. ലിങ്കും കൂടെ, അതായത് റിലേഷൻഷിപ്പും കൂടെ മൈൻഡ് ചെയ്യുന്നത് വഴി ഒരു ഒബ്ജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ലിങ്കിൻ്റെ ടൈപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ലിങ്ക് എക്സിസ്റ്റിംഗ് ആണോ ഇല്ലെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. ദെൻ എന്തായിരിക്കും, ലിങ്കിന് 2 ടൈപ്സ് ഓഫ് കാർഡിനാലിറ്റി പറയുന്നുണ്ട്. അതിനെ ബേസ് ചെയ്ത് വെബ് പേജ് ഹൈലി അതോറിറ്റേഡ് ആണോ അല്ലെങ്കിൽ വെബ് പേജ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ദെൻ കുറേ corresponding web pages തന്നു കഴിഞ്ഞാൽ അത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ളതാണെന്ന് അറിയാൻ പറ്റും. ദാറ്റ് മീൻസ് ഇറ്റ് പ്രെഡിക്റ്റ് വെൻ എ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ് ഓർ എ ക്ലസ്റ്റർ ബേസ്ഡ് ഓൺ ദർ ആട്രിബ്യൂട്ട്സ് ആസ് വെൽ ആസ് ദ ലിങ്ക് സ്ട്രക്ചർ.
എക്സാമ്പിൾ വെബ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ് ദാറ്റ് ഫോക്കസ് ഓൺ എ പർട്ടിക്കുലർ തീം ഓർ ടോപ്പിക്. ഒരു പർട്ടിക്കുലർ തീമിനെയോ ടോപ്പിക്കിനെയോ ഫോക്കസ് ചെയ്യുന്ന കളക്ഷൻ ഓഫ് വെബ് പേജസിനാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വെബ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇതൊരു ക്ലസ്റ്ററാണ്. അപ്പോൾ കുറേ വെബ് പേജസ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഒരു തീമിനെയാണ് ബേസ് ചെയ്തെങ്കിൽ അതെല്ലാം വെബ് കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് അതൊരു ക്ലസ്റ്ററായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതെല്ലാം അതിനകത്തുള്ള ലിങ്ക് വെച്ചിട്ടായിരിക്കും, ലിങ്ക് മൈനിങ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. Last is metadata mining. Metadata mining means metadata are data about the data. So link mining വഴി നമുക്ക് മെറ്റാഡേറ്റ ഇൻഫോർമേഷൻ കിട്ടും. മെറ്റാഡേറ്റ മീൻസ് ലിങ്ക് നമ്മൾ മൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് ഇൻഫോർമേഷൻ കിട്ടും about other informations. So അതാണ് മെറ്റാഡേറ്റ മൈനിങ്. So metadata are the data about data. Metadata mining provides semi-structured data about unstructured data, which is ranging from text and web data to multimedia database. And it is very useful for data integration tasks in many domains. So these are the important tasks that we have to discussed in the link mining. First one is we can classify object based on the link mining, then we can predict the object based on the link mining, then we can predict the type of the link, we can predict whether the link is existing or not, and we have to find out the link cardinality. Two cardinality ratios or measures we are used. Based on that we can say that whether a web page is highly authorized or not, and we can say that a web page is a hub or not. Then next is object reconciliation. Object reconciliation means രണ്ട് വെബ് പേജസ് അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്ട്സ് മിറർഡ് ആണോ, മിറർ പേജ്, ദാറ്റ് മീൻസ് സെയിം ആട്രിബ്യൂട്ട്സ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ദെൻ ഗ്രൂപ്പിൻ്റെ ഡേറ്റേൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് മെറ്റാ ഡേറ്റ മൈനിങ്. ദെൻ വാട്ട് ആർ ദ ചലഞ്ചസ് വി ഹാവ് ടു ഫേസ് ഓർ വാട്ട് ആർ ദ ഇഷ്യൂസ് ഡ്യൂറിങ് ലിങ്ക് മൈനിങ്. ലിങ്ക് മൈനിങ്ങിൻ്റെ കേസിൽ വരുന്നത് ഇഷ്യൂസാണ്. അപ്പോൾ കുറേ ഇഷ്യൂസ് നമ്മൾ നോട്ടിൽ പറയുന്നുണ്ട്. നമുക്ക് കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നോട്ടിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് എഴുതാം, അതല്ലെന്നുണ്ടെങ്കിൽ ഈ 5 ചലഞ്ചസ് പഠിച്ചാൽ മതി. ഫസ്റ്റ് ചലഞ്ചസ് ലോജിക്കൽ വേഴ്സസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പെൻഡൻസി. ദാറ്റ് മീൻസ് നമ്മളൊരു ലിങ്ക് കൺസിഡർ ചെയ്യുമ്പോൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലിങ്ക് 2 ടൈപ്സ് ഉണ്ട്. ലോജിക്കൽ റിലേഷൻഷിപ്പും ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് റിലേഷൻഷിപ്പും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ചലഞ്ചാണ്. ദെൻ ഫീച്ചർ കൺസ്ട്രക്ഷൻ മീൻസ് നമ്മൾ ഈ ലിങ്ക് മൈനിങ്ങിൻ്റെ കേസിൽ ഒരു ഒബ്ജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ദാറ്റ് ഒബ്ജക്ട്സ്, ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ടു കൺസിഡർ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ലിങ്ക്സ് ആൻഡ് ഓൾസോ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ലിങ്ക്ഡ് ഒബ്ജക്ട്സ്. അപ്പോൾ എല്ലാ ആട്രിബ്യൂട്ട്സും കൺസിഡർ ചെയ്തിട്ട് ഇതിനെല്ലാം ഒരു കോമൺ ഫീച്ചർ കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം. അതിനെയാണ് ഫീച്ചർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കുറേ ആട്രിബ്യൂട്ട്സ് ചെക്ക് ചെയ്യും, ആ ആട്രിബ്യൂട്ട്സ് എല്ലാം തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടൊരു ഫീച്ചർ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നാൽ മാത്രമേ അതിനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതിനാണ് ഫീച്ചർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മളിവിടെ ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ്, ലിങ്കിൻ്റെ ആട്രിബ്യൂട്ട്സ്, ലിങ്ക്ഡ് ഒബ്ജക്ട്സിൻ്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം ചെക്ക് ചെയ്യും. ആ ആട്രിബ്യൂട്ട്സിനെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഫീച്ചർ വേണം. വി ഹാവ് ടു കൺസ്ട്രക്ട് ദാറ്റ് ഫീച്ചർ. അതൊരു ചലഞ്ചാണ്. നെക്സ്റ്റ് ഈസ് ദ effective use of a labeled and unlabeled data. Labeled data means നമ്മളൊരു ടപ്പിൾ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ക്ലാസ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രെയിനിങ് ഡേറ്റയാണ് നമ്മൾ ലേബിൾഡ് ഡേറ്റ എന്ന് പറയുന്നത്. നമ്മൾ ന്യൂ ടപ്പിൾ കൊടുക്കുകയാണെങ്കിൽ ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ക്ലാസ് ഓഫ് ദാറ്റ് ടപ്പിൾ, അതിനെയാണ് നമ്മൾ അൺലേബിൾഡ് ഡേറ്റ എന്ന് പറയുന്നത്. ലേബിൾഡ് ഡേറ്റ മീൻസ് ക്ലാസ് ഉള്ള ഡേറ്റ അല്ലെങ്കിൽ ട്രെയിനിങ് സെറ്റ്. അൺലേബിൾഡ് ഡേറ്റ മീൻസ് ടെസ്റ്റ് ഡേറ്റ ആണത് ക്ലാസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ ലിങ്ക് മൈനിങ് വഴി നമ്മളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ട്രെയിനിങ് സെറ്റും ടെസ്റ്റ് ഡേറ്റയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലിങ്ക് മൈനിങ് വഴി കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്കതിനെ എഫക്റ്റീവായിട്ട് അതിൻ്റെ ക്ലാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അതും ഒരു ചലഞ്ചാണ്. ഓക്കെ, അതിൻ്റെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിരിക്കും. സോ ദ എഫക്റ്റീവ് യൂസ് ഓഫ് ദ ലേബിൾഡ് ആൻഡ് ദ അൺലേബിൾഡ് ഡേറ്റ. ദെൻ ലിങ്ക് പ്രിഡിക്ഷൻ. ലിങ്ക് എക്സിസ്റ്റിംഗ് ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതും ഒരു ചലഞ്ചാണ്. ദി ലാസ്റ്റ് ചലഞ്ച് ഈസ് കമ്മ്യൂണിറ്റി മൈനിങ് ഫ്രം ദ മൾട്ടി റിലേഷണൽ നെറ്റ്വർക്ക്സ്. കമ്മ്യൂണിറ്റി മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വെബ് കമ്മ്യൂണിറ്റി പറഞ്ഞു, കുറേ ഗ്രൂപ്പ് ഓഫ് വെബ് പേജസിനെ ആയിരിക്കും നമ്മൾ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള വെബ് പേജസിനെയൊക്കെ ആയിരിക്കും നമ്മൾ വെബ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അതായത് ക്ലസ്റ്റേഴ്സിനെ. ആ കമ്മ്യൂണിറ്റി മൈനിങ്ങും, അതായത് കുറേ ഗ്രൂപ്പ് പേജസ് തന്നു, അതിൻ്റെ എല്ലാം ഇപ്പോൾ കുറേ ഗ്രൂപ്പ് ഓഫ് പേജസ് തന്നു, അതിനകത്ത് അതെല്ലാം ഒബ്ജക്ട്സ് ആണ്, അതിൻ്റെ എല്ലാം പ്രോപ്പർട്ടീസ്, അതിനകത്തുള്ള ലിങ്ക്സിൻ്റെ പ്രോപ്പർട്ടീസ്, അത് ലിങ്ക് ചെയ്യുന്ന വേറെ വെബ് പേജസിൻ്റെ പ്രോപ്പർട്ടീസ്, അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം ഇതൊരു ക്ലസ്റ്ററിലാണോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. സോ ഈ കമ്മ്യൂണിറ്റി മൈനിങ് എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ചലഞ്ചസ്. ഫസ്റ്റ് വി ഹാവ് 2 ലിങ്ക്സ്, വി ഹാവ് ടു കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ദ 2 ലിങ്ക്സ്. അതൊരു ചലഞ്ചാണ്. ഫീച്ചർ കൺസ്ട്രക്ഷൻ, എല്ലാ ആട്രിബ്യൂട്ട്സിനും ലിങ്ക് ചെയ്യുന്ന ഒരു കോമൺ ഫീച്ചർ കാണുന്ന ആ ഫീച്ചർ കൺസ്ട്രക്ഷൻ ചലഞ്ചാണ്. ദെൻ ലേബിൾഡ് ആൻഡ് അൺലേബിൾഡ് ഡേറ്റേൻ്റെ ഇടയ്ക്കുള്ള
ലിങ്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഒരു ചലഞ്ചാണ്. ലിങ്ക് പ്രഡിക്ഷൻ ഒരു ചലഞ്ചാണ്. ദെൻ കമ്മ്യൂണിറ്റി മൈനിങ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ടാസ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ, അതും ഗ്രൂപ്പ് ഡിറ്റക്ഷൻ, അതും ഒരു ചലഞ്ചാണ്. സോ ഇതാണ് ലിങ്ക് മൈനിങ്ങിൽ പഠിക്കാനുള്ളത്. എന്താണ് ലിങ്ക് മൈനിങ്, ദെൻ ലിങ്ക് മൈനിങ്ങിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടാസ്ക്, ലാസ്റ്റ് അതിനകത്ത് വരുന്ന ചലഞ്ചസ്. ഓക്കെ, താങ്ക് യു.